കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഓരോ മനുഷ്യൻ്റെ മനസാക്ഷിയും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. 100-ലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അതിന് കൂട്ടുനിന്നുവെന്ന് ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയപ്പോൾ എത്രമാത്രം ഞെട്ടലോടെയാണ് ലോകം ആ വാർത്ത കേൾക്കുന്നത്. കൊലപ്പെടുത്തിയ സ്ത്രീകളെ പല സ്ഥലങ്ങളിലായിട്ട് മറവ് ചെയ്തുവെന്ന് ആ ശുചീകരണ തൊഴിലാളി പറയുമ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക സംഘർഷത്തിൻ്റെ പുറത്താണ് വർഷങ്ങൾക്കിപ്പുറവും ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തെറ്റ് ചെയ്തവർ, ഈ കുറ്റകൃത്യം ചെയ്തവർ ഇപ്പോഴും ഇതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാതെ ഇതേ കുറ്റകൃത്യം ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അവരുടെ മനസാക്ഷി മരവിച്ച് അവർ ചെയ്യുന്ന തെറ്റാണെന്ന് മറന്നുകൊണ്ട് അവരിപ്പോഴും ആ തെറ്റിൽ ഒരുപക്ഷെ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ നമ്മൾ ആവർത്തിക്കുമ്പോൾ നമുക്കത് തെറ്റല്ലാതെ തോന്നിയേക്കും. അപ്പോൾ നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ചില ദുശീലങ്ങൾ, ചില തെറ്റായ തീരുമാനങ്ങൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ വേട്ടയാടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഈ തീരുമാനം മൂലം മറ്റ് ആർക്കെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അങ്ങനെയുള്ള ചില ദുശീലങ്ങൾ, ചില തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ പരിശ്രമിക്കാം.